എന്നാണ്ട് വിശേഷം? ഞാനാണ് അക്ഷയ. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചെറിയ പേജ് ഉണ്ട് കേട്ടോ, അക്ഷയാസ് ക്യാമിയോ എന്നാണ് പേര്. കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയായിരിക്കും, കുറച്ച് പേർക്ക് എന്നെ അറിയത്തില്ലായിരിക്കും. എന്തായാലും ഇനി കുറച്ച് നാൾ ഞാൻ ഈ ഭാഗത്തൊക്കെ കാണും. നമുക്ക് പതുക്കെ പതുക്കെ ഓരോ പുതിയ റെസിപ്പീസ് ഒക്കെ പഠിച്ച് ഒന്നിച്ച് അങ്ങ് മുമ്പോട്ട് പോവാം. അങ്ങനെ ഇന്ന് തൊട്ട് നമ്മൾ ക്രിസ്മസ് റെസിപ്പി സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറെ അധികം റെസിപ്പീസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റെസിപ്പിയായ കേരള സ്റ്റൈൽ ബീഫ് റോസ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ ഈ വരുന്ന ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല ചൂട് പാലപ്പവും നമ്മൾ ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്ന ബീഫ് റോസ്റ്റും കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ്. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് ക്യാമിയോ. അപ്പൊ നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാവേ. 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്, ബോൺലെസ് ക്യൂബ്സ് ആണ്. 1/2 കിലോ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. സവാളയാണെങ്കിലും ചേർക്കാം, പക്ഷെ സവാള ചേർക്കാതിരിക്കുന്ന നല്ലത്. ടേസ്റ്റിന് ഏറ്റവും നല്ലത് ചെറിയുള്ളി ഉപയോഗിക്കുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ സ്പൈസസ് പട്ട ഗ്രാമ്പു ഏലക്ക ഒരു 4-5 എണ്ണം വെച്ച്, 2 ബേ ലീഫ് ഉണ്ട്. പിന്നെ പൊടികൾ വേണ്ടത് 3 ടേബിൾ സ്പൂൺ മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1 ടീസ്പൂൺ പെരുംജീരകമാണ്, കടുകിന് പകരം പൊട്ടിക്കാനായിട്ട്. പിന്നെ വേണ്ടത് ഒരു 1 കപ്പ് തേങ്ങാക്കൊത്ത്. ഇത്രയാണ് അപ്പം ബീഫ് റോസ്റ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുക്കാവേ. ബേ ലീഫും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായതുകൊണ്ട് അരിഞ്ഞിട്ടില്ല കേട്ടോ, വലിയ ഉള്ളിയാണെങ്കിൽ അരിയണേ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ടൈപ്പ് ഇതായിട്ടുണ്ട്. ഈ ഒരു പരുവം അതൊക്കെ മതി കേട്ടോ. അങ്ങനെ ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ലേ. ഈ സമയമാകുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല. പച്ചമണമൊക്കെ മാറുന്ന വരെ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ബീഫ് ചേർത്ത് കൊടുക്കാവേ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വേണ്ട, ബീഫിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങുമല്ലോ. ഇത് ഞാനിപ്പോൾ ഇവിടെ സ്ലോ കുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് കുറച്ച് അധികം സമയം വേണ്ടി വരും. നിങ്ങൾക്കത് പെട്ടെന്നാവണമെങ്കിൽ ഈ മിക്സ്ചർ എടുത്ത് കുക്കറിനകത്തോട്ടിടുക. ഒരു 3-4 വിസിൽ, അത്ര മതി. സംഭവം കുക്കായി കിട്ടുവേ. അപ്പം നന്നായിട്ട് ഇത് വെന്ത് ഒരു റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക്, ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയായിരുന്നു, കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കണേ. തക്കാളിയോ ഇല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിലും ചേർത്താൽ മതി. ആ ചെറിയുള്ളിയൊക്കെ വയറ്റുന്ന കൂടെ ഈ തക്കാളി ഇട്ടാലും മതി കേട്ടോ. പിന്നെ ചിലർക്ക് ഇങ്ങനെ ക്രഞ്ചി ആയിട്ട് കുറച്ച് ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ളവർ ഇതുപോലെ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി.
മസാലപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഗരം മസാല, കുരുമുളക് പൊടി. ഇനി നമുക്ക് വേറൊരു പാനിൽ ഇച്ചിരി എണ്ണ ചൂടാക്കി പെരുംജീരകം പൊട്ടിച്ച് തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി. എണ്ണ ഒഴിച്ചു കൊടുക്കാവേ, കുറച്ച് മതി കേട്ടോ. പെരുംജീരകം ഇട്ട് കൊടുക്കാവേ. പൊട്ടിയിട്ടുണ്ട്. ഇനി തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ ഈ ബീഫ് റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങാക്കൊത്ത് നല്ലോണം ബ്രൗൺ ആയി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേരള സ്റ്റൈൽ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് ഒക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരണം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ആ ലിങ്ക് ഒന്ന് ഞെക്കിയാൽ നേരെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്ന് എന്നെ അവിടെ പരിചയപ്പെടാൻ പറ്റും. മെസ്സേജ് ഒക്കെ അയക്കേണ്ടവർക്ക് അയക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്കപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.